നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് മുൻവിധികൾ ഉണ്ടാവാം. അവിടെ നിങ്ങളുടെ മനസ്സ് എപ്പോഴാണ് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് എന്ന ആ ലക്ഷ്യം അവസരം കിട്ടിയെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം. ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സാധനങ്ങൾ എത്തി, അത് എത്രത്തോളം ഫോളോ അപ്പ് നടന്നിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടത്, അതിന്റെ മുമ്പേ ആരെ ഇഷ്ടപ്പെട്ടത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈ കമ്പനിയിൽ എത്തിപ്പെട്ട വഴി നിങ്ങൾ ആദ്യം ഒന്ന് വിലയിരുത്തണം. ആ സമയത്താണ് നമ്മളെ കൂടെ വരുന്നതെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്ക് നടത്തും. നമ്മൾ എത്തിപ്പെട്ട വഴിയുണ്ടല്ലോ. ഞാന് കേൾക്ക പോലും ഇത് നെറ്റ്വർക്കിന്ന് എൻ്റെ ആ ഒരു കൺസെപ്റ്റിൽ എൻ്റെ മനസ്സിൽ മുൻവിധി ഉണ്ട്. അത് ഇങ്ങനെ 2, 4 ഇങ്ങനെ മൾട്ടിപ്പിൾ ആവണം. ഇത് ആ മൾട്ടിപ്പിൾ ആക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി അവൻ നിർത്തിപ്പോയാൽ ഞാൻ കൊടുക്കും. എൻ്റെ മനസ്സിലെ ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ എന്തോ ഒരു കുറച്ച് പൈസ കിട്ടും, ആദ്യമൊക്കെ വരണം എന്നാലേ കിട്ടും, ഇത് ഇങ്ങനെ അത് ലീഡർമാർക്ക് കിട്ടും, ലീഡറാകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അതാണ് എനിക്കുണ്ട്. ഞാൻ MIയിലേക്ക് വരുന്നതിന് മുമ്പ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ അതിന്റെ ബ്രാഞ്ച് മാനേജറായിരുന്നു. ബ്രാഞ്ചിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സോണൽ മാനേജർ ആവാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷെ എന്നാലേ സോണൽ ആയേ മതിയോ എനിക്ക്, കാരണം പിടിച്ചെടുക്കാൻ ക്യാഷ് ഇല്ല. സോണൽ മാനേജർ ആയാൽ എന്താ മെച്ചം, വരുമാനം കൂടും. നമ്മുടെ ആ സാലറിന്റെ ബേസിക് കൂട് മാത്രമല്ല, ഇൻസെന്റീവിൽ മാറ്റം ഭയങ്കര വരും. ഒരു സോണലിൽ ഇരിക്കുന്ന ജ്വല്ലേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ആ സോണലിലെ മെയിൻ ഷോറൂം, അതായത് കോഴിക്കോട് ഷോറൂം എന്ന് കണ്ടില്ലേ, ആ സോണലിലുള്ള ഷോറൂമിന്റെ ഇൻസെന്റീവ് വരും മാനേജ് ചെയ്യുമ്പോൾ. പക്ഷെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സോണലിലെ 5 ബ്രാഞ്ചിന്റെ ചാർജ് എനിക്കുണ്ടാവും, ബ്രാഞ്ചിന്റെ ചാർജാണ് എനിക്ക് കിട്ടുക. അതിന്റെ റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ അവിടെ സാലറി കൂടും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിൽ ഇപ്പോൾ എന്നെ അൽസാർ നേരത്തെ പറഞ്ഞു, ഇതിന്റെ എക്സ്പീരിയൻസ്, ശരിക്കും എക്സ്പീരിയൻസ് ബെസ്റ്റ് ടീച്ചർ. വേറെ ഒന്നും വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാ. ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഫീൽഡിൽ പോകണം, അടി കിട്ടണമെന്ന് പറയാം. ശരിക്കും ആ ഫീൽഡ് എക്സ്പീരിയൻസ് ഭയങ്കര സംഭവം. മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിലെ 19 വയസ്സ് തുടങ്ങിയ മാർക്കറ്റിംഗ് എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടപ്പെടില്ല, കാരണം അത് ഭയങ്കര ടഫാ. ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് ഇവലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം ഉണ്ടാവും. അപ്പോൾ നേരത്തെ രജിത് സാർ പറഞ്ഞു, സ്വയം ഇവലേഷൻ നടക്കണം മനസ്സിൽ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് ചെയ്യുന്നത്, എൻ്റെ സ്വന്തം ബിസിനസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള വഴിയായിട്ട് പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ന് വരുന്നു, അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടും ഇതിനെ. മറ്റേ നിങ്ങൾ ഇഷ്ടപ്പെടുകയല്ല, നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു വിഷമത്തോടു കൂടിയാണ് നിങ്ങൾ സംസാരിക്കുക. അത് വിജയത്തിലേക്ക് എത്തൂല. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ട് ഉടായ്പ കളിക്കുന്ന ആൾക്കാരെ എപ്പോൾ നിർത്തിപ്പോയി എന്ന് ചോദിച്ചാൽ നിർത്തണം. ശരിക്കും ഞാൻ പറയും നിർത്തപ്പെടണമെന്നാ, അതേത് റാങ്ക് ആണെങ്കിലും. കാരണം അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം സ്വപ്നത്തിൽ നമുക്ക് സ്വപ്നം കാണുന്നുണ്ടല്ലോ. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അതിനുണ്ട് സംഭവം. സ്വപ്നം കാണാനുള്ള കഴിവുണ്ടാണെങ്കിൽ നമ്മുടെ ഈ സ്ഥാനം ഉണ്ടല്ലോ, മനസ്സ്, അത് കറക്റ്റ് ആവണം. അത് അനുകൂല മനോഭാവത്തിലേക്ക് നമ്മളെ മനസ്സെത്തണമെങ്കിൽ ഒരു സാധനത്തിന്റെ അവിടെ ശോഭനമായ ഭാവി നിർണ്ണയിക്കുന്നത്, അതിന്റെ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ അനുകൂലമായ മനോഭാവമാണ്. ശോഭനമായ ഭാവിയുടെ പാസ്പോർട്ടാണ് ശരിക്കും മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അപ്പൊ എന്ത് കാര്യം ചെയ്യുന്നതും എനിക്ക് വേണ്ടി എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒന്നിനും വിഷമം ഉണ്ടാവില്ല, നമ്മളത് സ്വീകരിക്കുന്നത്. മറ്റുള്ള ജോബിൽ നമ്മളെ പ്രഷർ ഉണ്ടാവുമ്പോൾ നമുക്ക് രക്ഷയില്ല, കാരണം സാലറി പൈസ നമുക്ക് ആ പൈസ അവൻ തരുന്നുണ്ടെങ്കിൽ, ആ സാലറി തരുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി അത് ചെയ്തേ മതിയാവും. അതുകൊണ്ട് തന്നെയാണ് ജോബിൽ നമ്മൾ അതിനു വേണ്ടി ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അവിടെ ഡു ഓർ ഡൈ ശരിക്കും. നിങ്ങളില്ലേ വേറെ ആള്, പറ്റുമെങ്കിൽ പറ്റുമോ. അതുകൊണ്ട് എന്താ, അറ്റൻഡൻസ് പോലും നിങ്ങൾ ജോബിൽ നിങ്ങൾ ഇഷ്ടത്തിന് ലീവ് എടുക്കുമോ? നിങ്ങളെ മുകളിൽ ലീവ് പറയേണ്ട ഡേറ്റിൽ നിങ്ങൾക്ക് അസുഖമായാലും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവിടെ ലീവ് ഇല്ലാതെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഏതെങ്കിലും ഫേമിലൊക്കെ ജോബിൽ വർക്ക് ചെയ്ത ആളുകളല്ലേ. ലീവ് എടുക്കാണ്ട് നിങ്ങൾ 2 ദിവസം ലീവ് ഇഷ്ടത്തിന് പോയാൽ എന്താ സംഭവിക്കുക?
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾ അവിടുത്തെ സീനിയർ ആയിട്ടോ നിങ്ങളായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ ലീവ് പറയാതെ കളിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെയാണ് നിങ്ങൾ ആ മാനേജറായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആ സോണൽ മാനേജറിലേക്ക് മാനേജർ പറയും നിങ്ങൾ സോണലിനെ വിളിച്ചിട്ട് കയറിയാൽ മതി. മാനേജർ അങ്ങ് എന്ത് ചെയ്യും? അങ്ങ് പിൻവലിഞ്ഞു തരും. സോണൽ മാനേജർ വിളിച്ചിട്ട് നിങ്ങൾ ഈ ജോബിന് വന്നാൽ മതി എന്ന് പറയും. അപ്പം വിളിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം വിളിക്കുമ്പോൾ സോണൽ പറയും നിങ്ങളൊന്ന് വന്നോളൂ, ഓഫീസിൽ വന്നിട്ട് ഹെഡിനെ വന്നിട്ട് കണ്ടിട്ട് കയറിയാൽ മതി. ഇവരായിട്ടൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് കുറവായിരിക്കും. കുറച്ചുകൂടി നമ്മൾ ഇവരായിട്ട് ബന്ധം ഉണ്ടാകും മാനേജറൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവരെന്താ സംഭവിക്കുക? നിങ്ങൾ ഒരാഴ്ചക്ക് ലീവ് എടുത്തോളൂ എന്ന് പറയും. നിങ്ങളെല്ലാ കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ കഴിഞ്ഞു എന്നിട്ട് കയറിയാൽ മതി എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചുകൂടി ലീവ് എടുക്കേണ്ട ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ നമ്മൾ അതിൽ സന്തോഷിച്ച ഒരാഴ്ചയല്ലേ പോട്ടെ, നമ്മൾ ഉഷാറായി. പിന്നെ പറയും നിങ്ങൾ 10 ദിവസം എടുത്തോളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ മാസത്തിൽ സാലറിയിൽ 10 ദിവസം 15 ദിവസം ലീവായാൽ എന്താ കിട്ടുക? നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കും. ആ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് ആ മാസം സാലറി കുറച്ചുണ്ടാവും. ബേസ് ഇൻസെന്റീവ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ലീവ് എടുക്കുമ്പോൾ ലീവ് എടുത്തിട്ടില്ല നല്ല സാലറിയാണ്. ലീവ് എടുത്താലോ അല്ല അപ്പോൾ പണിഷ്മെന്റ് കാര്യം നമ്മൾ മൈനസ് അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ വരും. അത് പ്രൊമോഷൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മോൾട്ട് കയറാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്യും. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അടുത്ത പ്രൊമോഷൻ ലിസ്റ്റിൽ, അവിടെ നിങ്ങൾ ഒരു തെറ്റും ചെയ്യൂല. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് 100% ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പണി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു തെറ്റും ചെയ്യില്ല. ഈ പ്ലാറ്റ്ഫോം കറക്റ്റ് ആണെന്ന് 100% ബിലീഫ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന അർത്ഥം. അല്ലാതെ നിങ്ങൾക്കൊക്കെ നമ്മളെ വാക്കുകൾ ആരെ വാക്കായാലും ഇവനുണ്ട് വന്നിട്ട് ഇനി അലക്കാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും. നമ്മൾക്ക് ആരാമായ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് പോട്ടെ, ഞാൻ ഗൾഫ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ അത് 10 ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഞാൻ അതിൽ മാർക്കറ്റിംഗ് പോട്ടെ MBA ബിസിനസ് മാനേജ്മെന്റ് പഠിച്ച ആളാണ്. എന്നൊക്കെ ധാരണ വെച്ചിട്ട് ഇതിൽ പറയുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കങ്ങ് ഇഷ്ടപ്പെടില്ല. ഞാനെന്നൊരു ഭാവം ഇതിലങ്ങോട്ട് വരും. അവിടെയാണ് ഇതിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നില്ലേ. നമ്മളാദ്യം ഇഷ്ടപ്പെട്ടാലേ നമുക്ക് ബാക്കിയൊക്കെ എല്ലാം ഇഷ്ടമാവും. അപ്പൊ ഇതിൽ വിജയിച്ച ലീഡർമാരായാലും ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് എന്താ ഒരേപോലെ നമുക്ക് ഇഷ്ടം തോന്നാൻ തുടങ്ങും എല്ലാവരോടും. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ബഹുമാനം, അതിൻ്റെ ഒരു ഇഷ്ടം ഇതിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര പോസിറ്റീവായിരിക്കും. GT സെന്ററിൽ വരികയാണെങ്കിലും നിങ്ങൾ ഓരോ ആളുകളോട് സംസാരിക്കുന്നതാണെങ്കിലും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ടീമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ആ ഇഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും ഇത് വിജയിക്കുന്നത്. ഇത് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത വേറെ ഒരു കണ്ടീഷൻസ് ഇതിനകത്തില്ല. ബന്ധങ്ങൾ നിലനിർത്താനുള്ളതാ. അത് നിലനിർത്താൻ എളുപ്പമല്ല. ഇത് നടുന്നത് മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും ചേഞ്ച് ആവും, സെക്കൻഡുകൾ. കാരണം അവിടെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റിന് വേണ്ടി ഓടുമ്പോഴാണ് വിജയിക്കുന്നത്. ഞാൻ മാർക്കറ്റിങ്ങിൽ ഈ ബിലീഫിന്റെ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത്, മാർക്കറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നാട്ടിൽ നല്ല സ്വർഗം എന്ന് പറയാം. വീട്ടിലെ അത്യാവശ്യം ഫാദറിനൊക്കെ ജോലിയുണ്ട്, സർക്കാർ ജോലിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നല്ല സമയമുള്ളത് കൗണ്ടറിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ സമയത്ത് ഞാൻ വിളയാട്ടം നടത്തുന്ന സമയമാണ് ശരിക്കും നാട്ടിൽ. ഞങ്ങൾ 5-8 ആൾക്കാർ അങ്ങനെ ഉണ്ട്. അത്ര നല്ലൊരു ഒരു ലെവലിൽ ജീവിക്കുമ്പോൾ ശരിക്കും ഞാൻ ജോബിന് പോയത് തന്നെ ശരിക്കും ഒരു പേടിൻ്റെ പുറത്താണ്. വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടല്ല പോയത്. ഇപ്പം നമ്മളെ മനസ്സിലേക്ക് പല നെഗറ്റീവ് വരുമല്ലോ, പേടി വരും. എനിക്ക് പേടി വരാൻ കാരണം ഒരു സംഘടനേൻ്റെ പ്രസിഡന്റ് ആയത്, എന്നെ സെക്രട്ടറി ആക്കാൻ നോക്കിയപ്പോൾ ഞാൻ സെക്രട്ടറി ആകാതിരിക്കാതിരിക്കുക എന്തൊക്കെ പണിയൊക്കെ ചെയ്തു. പക്ഷെ പ്രസിഡന്റ് ആകേണ്ടി വന്നു, രക്ഷയില്ലല്ലോ. പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ എളുപ്പത്തിലേക്ക് അങ്ങോട്ട് പ്രസിഡന്റ് ആയ വലിയ റിസ്ക് ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് ആണ് അതിൻ്റെ ഒരു പ്രോഗ്രാം കൺവെൻഷൻ വന്ന അതിന് അധ്യക്ഷം വഹിക്കേണ്ടതെന്നുള്ള ബോധം അന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഈ അധ്യക്ഷം വഹിക്കുന്നത് എന്താ, ഒരു ഓഡിയൻസിനൊക്കെ മുമ്പിൽ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത മേഖലയാകുമ്പോൾ നമ്മളങ്ങ് പേടിക്കും ശരിക്കും. അങ്ങനെ പേടിയാണ് ഞാൻ ശരിക്കും
എൻ്റെ ചെറിയ പ്രായത്തിൽ ജോലിക്ക് പോവുക, അത് പിന്നെ കൊച്ചിയിലേക്ക് പോകാന്ന് കേട്ടപ്പോൾ എന്തോ കൊച്ചി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സംഭവമുള്ള എന്തോ. ഇപ്പൊ നമ്മൾ സിംഗപ്പൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ മറ്റു രാജ്യങ്ങളെ അറിയാത്ത സ്വിറ്റ്സർലാൻഡ് നമ്മൾ ധാരണ ഉണ്ടാക്കി വെക്കും, ഭയങ്കര ധാരണയായിരിക്കും. ഈ ധാരണ വെച്ചാൽ നമ്മൾ നിൽക്കുക. അങ്ങനെ ധാരണ ഞാൻ ആദ്യമായിട്ട് മാർക്കറ്റിങ്ങിൽ പോകുന്നത്. മാർക്കറ്റിംഗ് പോയിട്ട് ഒരു ദിവസം ഫീൽഡിൽ പോയി, എൻ്റെ മനസ്സപ്പം തന്നെ നെഗറ്റീവ്, ഫുൾ നെഗറ്റീവ്. ഈ ഫീൽഡിൽ പോകുമ്പോണ്ടാകുന്ന നെഗറ്റീവ് അസാധ്യമായിട്ടും. എനിക്ക് ആദ്യത്തെ നെഗറ്റീവ് കിട്ടിയത് തേവര എന്ന സ്ഥലത്താണ്. ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഫീൽഡിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടല്ലല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പോകാം. ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫേമിൽ പോയിട്ട് 4 ആൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പരിചയപ്പെടുകയാണ്. ആ പരിചയപ്പെടാൻ കയറിയ സമയത്ത് എൻ്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞ സമയത്ത് ഇവര് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പേര് പറഞ്ഞ എന്ന സ്ഥലത്താണ് മെഷർമെന്റ്സ് ആൻഡ് കൺട്രോൾസ് എന്നാണ് വരുന്നത്. പേരിപ്പിച്ചു, കോഴിക്കോടാന്ന് പറഞ്ഞു. സാറിന്റെ പേരെന്തായിരുന്നു ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ സാറിന്റെ പേര് ചോദിച്ചാൽ അവരെന്താ പറയേണ്ടത്? ഇയാൾ പറഞ്ഞു എനിക്ക് പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എൻ്റെ പേര് പറയാൻ ഇഷ്ടപ്പെടില്ല എന്ന് മുഖത്തോക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ പോയോ, കത്തിയെടുത്ത് കുത്തുന്ന ലെവലല്ലേ അത് സംഭവം. ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അവിടെ നമ്മൾ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അവിടെ അന്ന് നമുക്ക് ഇത് നമ്മളെ മാനസികമായിട്ട് മരിച്ചു പോകാം ശരിക്കും പറയുകയാണെങ്കിൽ. ഹറാസിങ് അതിനൊക്കെ മറുപടി കൊടുത്തു, അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അതിലെ കരയിപ്പിച്ചു. ഒക്കെ വേറെ സംഭവം, ഒരുപാട് കാര്യങ്ങളാക്കാം സംഭവം. ഫീൽഡ് എക്സ്പീരിയൻസിൽ നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മീറ്റിംഗ് സെന്ററുകൾ, പ്രോഗ്രാം സെന്ററുകൾ നമ്മൾ കൂടിയിരിക്കണം എപ്പോഴും. അതാണ് നമ്മൾ പല മാർക്കറ്റിങ്ങിലും രാവിലെ നമ്മൾ അവിടെ ആ ഇരുത്തി അവരെ ഒന്ന് മോട്ടിവേഷൻ ചെയ്തിട്ട് പുറത്തേക്ക് വിടുക. ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനിക്കൊന്ന് പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളാണ്, അത് വന്ന പല സാഹചര്യങ്ങളായിരിക്കാം. അപ്പം അത് ക്ലിയർ ആവാതെ അതിൻ്റെ ഒരു വിഷമം അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും നിങ്ങളത് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ തിരുനാൾ രക്ഷപ്പെടുകയും നിങ്ങൾക്ക് അറിയില്ല. ആ ഒരു എന്തല്ലോ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് പോകാതെ നമ്മൾ ഇതിനെ ഏത് സാധനത്തിനും ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾക്ക് ആ നെഗറ്റീവ് നമുക്ക് ഉള്ളിൽ കയറിയ സാധനത്തിന് കളയണമെങ്കിൽ ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്താ, ഇതിന്റെ പ്രോഗ്രാം സെന്ററുകളിലേക്ക് വരണം, ഇതിന്റെ ക്ലാസ് റൂമിലേക്ക് വരണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിൽ വന്ന സമയത്ത്, MIയിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ ലീഡർ ബെല്ലിസറോട് പറഞ്ഞു, എൻ്റെ ലീഡറും സ്പോൺസറും ഒക്കെ ഈ വ്യക്തിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഗുണവും ദോഷവും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാലത്ത് എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ എൻ്റെ ഫീൽഡിൽ ഏറ്റവും ഞാൻ എഫേർട്ട് എടുത്തത് ഇതിന്റെ പേരന്റ് കമ്പനിയിലാണ്. ഇന്നലകൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഇന്ന് നമുക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഭൂമിയിൽ ആത്മാർത്ഥത്തോടു കൂടി അർപ്പിച്ചുകൊണ്ട് വിജയിക്കാൻ വേണ്ടിയിട്ട്, അതേത് മേഖല ആയിക്കോട്ടെ, അത് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എഫേർട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞ്, ഭൂമിയിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നാളുകൾ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ പോവില്ല. അത് ഏതിലെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് MI ലൈഫിലൂടെ നമുക്ക് കിട്ടും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഞാൻ ഇതിലും എൻ്റെ പേരന്റ് കമ്പനിയിലും അതിൻ്റെ മുകളിൽ മാർക്കറ്റിംഗ് കമ്പനിയിലും 6 വർഷം ചോര നീരാക്കെന്ന് പറഞ്ഞാൽ നീരാക്കിയിട്ടാണ് ഞാൻ മാർക്കറ്റിംഗ് പഠിച്ചത്. അതിനുശേഷം ഞാൻ എത്തിപ്പെട്ട ബെല്ലിസാറിലുള്ള വിശ്വാസവും ബന്ധം കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എത്തിപ്പെട്ടു. അവിടെ ഞാൻ പ്ലാറ്റ്ഫോമിനെ പറ്റി പഠിക്കാനുള്ള അവസരം കിട്ടിയ ഭാഗ്യം. പഠിക്കാതെ പഠിപ്പിക്കാൻ പോയി. എൻ്റെ അഹങ്കാരത്തിന്, ഈ അഹങ്കാരം നമുക്ക് ഭയങ്കര കൂടുതലായി. അത് നമ്മളൊരു മേഖലയിൽ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര അഹങ്കാരമായിരിക്കും. ഞാൻ മാർക്കറ്റിംഗിൽ 6 വർഷം ഒരു കമ്പനീൻ്റെ ടോപ്പായി നിൽക്കുമ്പോൾ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പറ്റി ഇത് പറഞ്ഞ സമയത്ത് ഇതിലെ ചെറിയ പ്രോഡക്റ്റ്, ഇതൊന്നും എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ ഞാൻ 2 ദിവസം ലീവ് എനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ ഞാനത് തകർത്തോളാം എന്ന് പറഞ്ഞ് തകർക്കാൻ വന്നതാണ്. അതൊന്നും നാല് ആൾക്കാർ ഓടിപ്പിച്ചു വിട്ടു. അവിടെ കമ്പനിയുടെ ഫുൾ നെയിം പോലും നാട്ടുകാർ കൊണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എൻ്റെ മനസ്സ് പിന്നെ എന്തിനേയും കൊള്ളൂ. അന്ന് പാക്കേജൊക്കെയാണ്, അതിൽ സാറിനൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന്. ഒരു ഐഡിയ എടുക്കാണ്ടാന്ന് കഷ്ടപ്പാട്, ഐഡിയ എടുക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് നമ്മൾ കുടുങ്ങി ശരിക്കും അതിനെ അങ്ങനെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ഞാൻ പഠിക്കാണ്ട് പഠിപ്പിക്കാൻ പോയി. അപ്പം അടി കിട്ടും, അത് ഏത് മേഖലയിലും കിട്ടും. അപ്പൊ അവിടെ എനിക്കൊരു അഹങ്കാരം കൂടിപ്പോയാ. മാർക്കറ്റിംഗ് ഞാൻ ആരാ. അതിനുശേഷം ട്രെയിനിങ് കേട്ട് വിജയിച്ച ആൾക്കാരെ കണ്ടു. ആ വിജയിച്ച ആളുകളെ എനിക്ക് അറിയുന്നതുകൊണ്ട് എൻ്റെ ഭാഗ്യം ഉണ്ടായത് കേട്ടോ. എൻ്റെ മുന്നത്തെ പേരന്റ് കമ്പനിയിൽ വിജയിച്ച ആളുകളെ എനിക്ക് അറിയേണ്ടി വന്നത് എന്താ, ഞാൻ അന്ന് മാർക്കറ്റിംഗ് ആയതുകൊണ്ട്.
അല്ലാണ്ട് എറണാകുളത്തേരെ എനിക്കറിയൂ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് നാട്ടിലെ ഒരാൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ മുബീൻ മുഹമ്മദ് സാറിനെ പറ്റിയോ ഏതെങ്കിലും സാറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആ നാട്ടിൽ അറിയുന്ന ആളാണെങ്കിലോ നിങ്ങൾ അറിയുന്ന ആൾ അവർക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. ആ ഒരു ഇഷ്ടം ഇതിന്റെ ഇൻകം പ്ലാൻ എനിക്ക് അദ്ദേഹമാണ് പറഞ്ഞത്. ട്രാക്കടി അദ്ദേഹം ചോദിച്ചു, എടാ ബിജുവേ, ജോയിൻ ചെയ്യുന്ന ഡേറ്റ് പോലും ഇതിൽ കളവ് പറയാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞു എന്നെ അന്ന് അപ്രോച്ച് ചെയ്ത സമയത്ത് ഓരോ വസ്തുതയിലേക്ക് എനിക്ക് കാണിച്ചു തന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞ കാര്യം അവരിത് പേടിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. നെഗറ്റീവിനെ ഞാൻ കളയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സ് 100% ബിലീഫ് വന്നു. ആ ബിലീഫ് ആണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി. ചെയ്യുമ്പോൾ കിട്ടിയ സമയത്ത് കിട്ടുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് ഇൻകം പ്ലാൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. മൾട്ടിപ്പിൾ എന്ന തിയറി ഉണ്ടല്ലോ, മാൻ പവർ. ഞാൻ കൊണ്ടുവന്ന വ്യക്തി ഇനി ജീവിതകാലം അവൻ രക്ഷപ്പെടാൻ വേണ്ടി അവൻ പ്രവർത്തിക്കുമ്പോൾ അവനെ ഞാൻ എത്ര എഫേർട്ട് എടുത്ത് സഹായിച്ചു കൊടുത്താലും സെയിം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് തകർക്കുമ്പോൾ എനിക്ക് ഇൻകം കിട്ടുമ്പോൾ എൻ്റെ അപ്ലൈ ലീഡേഴ്സ് അതിൻ്റെ ഡബിള്. എനിക്ക് 25,000 വെല്ലിസ് 50,000. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ജോലി അങ്ങോട്ട് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അതൊക്കെ ചങ്കൂറ്റമുള്ള തീരുമാനമായിരുന്നു. അന്ന് നമ്മൾ ലീഡർ വെല്ലിൻ സാർ സർക്കാർ ജോലി കിട്ടി. ആ സർക്കാർ ജോലിനെ കളഞ്ഞു. സർക്കാർ ജോലിനെ കളയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്യൂണിന്റെ പോസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരട്ടെ. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്താ പറഞ്ഞത്? 5 മന്ത്രി MLA പറഞ്ഞെന്താ? ആ 5 MLA പറഞ്ഞ സമയത്ത് അതിന് മന്ത്രി ആരാ എന്താ പറഞ്ഞത്? ഈ ആശയം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. ഇത് സർക്കാരിലേക്ക് ഡയറക്റ്റ് ടാക്സ്, അതല്ലേ ഇതിന്റെ സത്യം. നിങ്ങളൊക്കെ ഇൻകം കിട്ടുമ്പോൾ TDS പിടിക്കുന്നില്ലേ? അപ്പം TDS പിടിക്കുന്ന ആളുകൾക്ക് 15% കൂടി പിടിക്കുന്ന ആളുകളുണ്ടോ? അത് ശ്രദ്ധിക്കണേ. ഇൻകം അധ്വാനിച്ച് കിട്ടുന്ന ഇൻകത്തിൽ 5% TDS പിടിക്കല്, അത് 15% ഫൈനാ. അതെന്തുകൊണ്ടാ? KYCയും പാൻ കാർഡും ലിങ്ക് അല്ലാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ടർമാർ പാവങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൽ കിട്ടിയ പൈസയിൽ 15% കിട്ടി കഴിഞ്ഞാൽ ആ ഫൈനാണ്. ആ ഫൈന് കിട്ടില്ല. 5% നമുക്ക് റീഫണ്ടുകൾ കിട്ടും. കാരണം ഞാൻ മുമ്പ് ഈ പേരന്റ് കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് TDS പിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വക്കീലിട്ട് കൊണ്ടുപോയിട്ട് വക്കീൽ പറഞ്ഞത് ഇതാ വൈറ്റ് മണി, ഇത് പിടിച്ചതാണ് ഭാഗ്യം, ഇത് സബ്മിറ്റ് ചെയ്താൽ കിട്ടും. അത് കിട്ടുന്ന അന്ന് 1 വർഷം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ദേഷ്യം വന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ട് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്ന് ജീവിച്ചുകൊണ്ട് നാളത്തേക്ക് പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇത് കിട്ടാണ്ട് നാളത്തേക്ക്. അപ്പൊ നമുക്കിവിടെ വിഷയം എന്താണെന്ന് അറിയോ? നമ്മൾ ഇന്ന് ജീവിച്ച് നാളത്തേക്ക് പ്ലാൻ ചെയ്യേണ്ടേ. പക്ഷെ ഇന്ന് ജീവിക്കാൻ വിജ്ഞാപനം വന്നു. ആ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ ലാസ്റ്റ് സബ്മിഷൻ ഉണ്ട്. നിയമ തടസ്സം മാറാൻ വേണ്ടി കേരളത്തിൽ ഇതിന്റെ നിയമസഭയിലെ 6ാമത്തെ സബ്മിഷനാ. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നോ? അന്നത്തെ വ്യവസായ മന്ത്രി ആരായിരുന്നു? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതിന്റെ എളമനം കരീമാണ് നിയമസഭയിൽ അവതരിപ്പിക്കുക. അത് കേട്ടോ? അത് കേൾക്കണം കേട്ടോ. അത് കേട്ടതാണ് ഞാൻ ഈ ബിസിനസ് വീണ്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിന്റെ അവരുള്ളിൽ കിടക്കുന്ന ആ വാക്കുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റൊരു കാര്യത്തിൽ എന്നെ അടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ അത്രയും പേടിച്ചു പോയിട്ടുണ്ട്. മുകളിൽ താഴത്താ വീണത്. നട്ടല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തെങ്ങുമ്പോൾ കയറാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഞാനൊരു ഡെയിലി കൂലിക്ക് പോകുന്ന ഇതാണ്. എനിക്ക് ആ പണിക്ക് നട്ടല് എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പോസിബിൾ ആണോ? അല്ല. അത് മുകളിൽ വീണിട്ട് അതിന്റെ പ്രശ്നം അനുഭവിച്ചപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് സമയം തടസ്സം മാറിയിട്ട് പോലും എൻ്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കുറച്ച് വിഷമിച്ചിട്ടുണ്ട്. സകല അടവ് നിങ്ങൾ ഡയമണ്ട് അനീസ് സാറ് പറഞ്ഞിട്ടും അനീസ് സാറിനെ പോലും ഞാൻ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവരെ കുത്തിയിട്ടുണ്ട്. ബെൽനി സാറിനെ പോലും ബിസിനസ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തേ ഞാൻ ചെയ്യേണ്ടി വരും. ആ ഒരു ലെവലിലേക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറെ സാധനങ്ങൾ. അത് പിന്നെ എളുപ്പമുള്ള പണിയല്ലായിരുന്നു. കാരണം നമ്മുടെ നാട്ടില് ഈ ഒരാൾ നെഗറ്റീവിനെ പോസിറ്റീവൊക്കെ എളുപ്പമുള്ള പണിയല്ല. ആ പേടി നമ്മളുള്ളിൽ മാറണം ആദ്യം. അപ്പൊ അത് മാറണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ഞങ്ങൾ അനുഭവിച്ച വേദനകളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ആയിപ്പോയാൽ എന്താ സംഭവിക്കുക? 47 മുമ്പ് ജനിച്ച ആൾക്കാരുടെ അവസ്ഥ എന്താ? എല്ലാ വിഷമങ്ങളും അനുഭവിച്ചിട്ടല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്. എത്ര ആൾക്കാരെ വിഷമം. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്
സ്വാതന്ത്ര്യമില്ലാത്ത ജനിച്ച സമയത്ത് ഞങ്ങളൊക്കെ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഉണ്ടാക്കി വെച്ച എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കും. നിങ്ങൾ കഷ്ടപ്പാടിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ അതാ തോന്നുക നമുക്ക് ഉള്ളില്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഈ പ്ലാറ്റ്ഫോം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും പിന്നെ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണോ? എന്തായാലും ട്രേഡ് യൂണിയൻ പോലും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ വന്നതെന്നും ഇതിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ എങ്ങനെയാണെന്നും ഇതിപ്പോ ഓരോ കാര്യം പറയുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം. ആ ബിലീഫാണ് നമുക്ക് വേണ്ടത്. ആ ബിലീഫ് ഉണ്ട് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും നിങ്ങൾ എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങൾ അവിടെ പിടിച്ചു വെക്കും. കുലുങ്ങലേ ഉണ്ടാവും, നിങ്ങൾ കുലുങ്ങൂല. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. കാരണം ഇതിൽ ഫസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിന്റെ ആശയം നിങ്ങൾക്കറിയാലോ. ഈ ആശയത്തിൽ MI ലൈഫിന്റെ പ്രസക്തി അത് നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടില്ലെങ്കിൽ MI ലൈഫിനെ പോലത്തെ കമ്പനി ഇപ്പം വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തോന്നും അതും ഇതൊക്കെ ഒന്നല്ലേ, ഒന്നിനല്ലേ കമ്പനി ഇഷ്ടംപോലെ വരൂലേ. ഞാൻ കല്യാൺ ജില്ലയിൽ കയറുന്നതിന് മുമ്പ് മലബാർ ഗോൾഡൻ തന്നെ നാട്ടുകാരാ അല്ലേ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് മലബാറിനെ കൊണ്ട് ചൂസ് ചെയ്തില്ല? എളുപ്പത്തിൽ ക്ലോസ് ചെയ്യാൻ എനിക്ക് സെയിൽ ക്ലോസിങ് എളുപ്പമായിരുന്നു. നാട്ടുകാരല്ലേ, അറിയുന്ന ആളാ, ഷെയർ ഹോൾഡേഴ്സാ കംപ്ലീറ്റ്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 100% ബിലീഫ് ഉണ്ടാകും. നമ്മളുള്ള തടസ്സത്തെ മാറ്റുമ്പോഴാണ് അത് വിജയിക്കുന്നത്. ഞാൻ സോണൽ മാനേജറൊക്കെ ആവാൻ വേണ്ടിയിട്ട് ശരിക്കും സെയിൽ ക്ലോസിങ്ങിലൊക്കെ ഭയങ്കര ക്ലോസിങ് ആയിരുന്നു. ഒരാൾ നല്ല ഗോൾഡ് 2 മക്കളെ കല്യാണം കഴിയുമ്പോൾ 200 പവനൊക്കെ എടുക്കുകയാണ്. 200 പവനൊക്കെ ഞാൻ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴുള്ള നമുക്ക് പ്രൊമോഷൻ കിട്ടും. അതിൽ നമ്മുടെ ബെല്ലി സാറിനെ ഞാൻ ഒരു 23.5 പവന്റെ ഡയമണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ബെല്ലി സാർ കൊണ്ട് അത് സംഭവം ഡയമണ്ട് എളുപ്പമാണ്, പണയം വെക്കാൻ പറ്റും ഇല്ല. പക്ഷെ അതിന്റെ മൂല്യം കൂടുന്നതിനെ പറ്റിയും അതിന്റെ കാര്യങ്ങളെ പറ്റിയും ബെല്ലി സാറിന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അത് ബോധിപ്പിച്ചു കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ 100% ബിലീഫ് എത്തിക്കഴിഞ്ഞാലുമാണ് നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് MIയിൽ ഏറ്റവും കൂടുതൽ തടസ്സമായി തോന്നിയ ഒരു കാര്യം, ഈ ഒരു GTS സെന്ററിൽ നമ്മൾ ഹോം മീറ്റിങ്ങിലോ ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ഉണ്ട്. ഈ ആശയമൊക്കെ കേട്ട് വളരെ സിമ്പിൾ, ടൈം ലിമിറ്റ് ഇല്ല, ടാർജറ്റ് ഇല്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ല. പക്ഷെ മാർക്കറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് കൊണ്ട് കാണുമ്പോൾ നമുക്കുള്ള അന്ന് തോന്നിയ അതേ സംഭവം അങ്ങ് കയറും. ഞാൻ അന്ന് ഈ പ്രൊഡക്റ്റ് കണ്ട സമയത്ത് കസരെടുത്ത് അടിക്കാഞ്ഞത് അനീസാറെ ഭാഗ്യം കൂട്ടിയാൽ മതി. അല്ല 9ാം ഘട്ടം പോയിണ്ടാവുക. അന്ന് 9ാം ഘട്ടം പോയാൽ പിന്നെ അടി കിട്ടിയാൽ പിന്നെ നോക്കി ആള് പറ്റൂലേ. ഇത് 2015 ഇതിന്റെ ട്രെയിനിങ് സെന്റർ ആലപ്പുഴയിൽ പോയ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ എല്ലാ ദോഷവും ഗുണവും ഒക്കെ മനസ്സിലായിട്ട് താഴെ പോയ ഞാൻ എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ച് ക്ലാസ്സിന് കൊണ്ടുപോയി ട്രെയിനിങ്ങിന് പോയ എത്ര ഫീസ് എന്നറിയോ? 2500 രൂപ ഫീസ്. അവിടെ മാത്രം പോകാൻ എക്സ്പെൻസ് വേറെ ഉണ്ട്. കല്യാണം 2 ദിവസം ലീവും. ഇങ്ങനെ എന്നെ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്ന സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് എന്താണ്, ഈ ആശയ തടസ്സം മാറിയതാണല്ലോ. അപ്പൊ ഇത് എന്താണെന്ന് പറയുമ്പോൾ ഒരു 6 കുപ്പി ഉണ്ട് വെച്ചിട്ടുണ്ട്, ചോന്ന കുപ്പി. ഇത് ഒരേ സാധനം പോലെ ഞാൻ വിചാരിച്ചത്, ഒരേ സാധനം അല്ല. ഇതെന്താന്ന് ചോദിച്ചു. ഇത് പിന്നെ ഒരു ഫുഡ് സപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞു. എന്ത് ഫുഡ് എന്ന് ചോദിച്ചു. എനിക്കിത് കുപ്പിയിലാക്കി വെച്ച ഫുഡ് തന്നെ ദേഷ്യം വന്നിട്ട് വേറെ എന്തെങ്കിലും. അപ്പൊ ഒരു പേസ്റ്റ് കണ്ടു. പേസ്റ്റിന്റെ ബ്രാൻഡല്ല ഞാൻ കാണുന്നത്, ആംബേനെ കാണുന്നത്. എനിക്കിങ്ങനെ എൻ്റെ ആംബേന്റെ ചെയ്ത് കുറെ എൻ്റെ കുടുംബക്കാരും സ്വന്തക്കാരും അത്ര പ്രശ്നമായതാ. പിന്നെ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ആനയ്ക്ക് മാതളികേണ്ടെന്ന അവസ്ഥ എന്താ അവസ്ഥ? നിങ്ങൾ കുടുങ്ങി കണ്ടിക്കുക. ആനൻ്റെ മാതളിക ആനൻ്റെ മുന്നിൽ കുടുങ്ങിയ ആളാ ഞാൻ ഒരു പ്രാവശ്യം. ഇങ്ങനെ ഉണ്ടാവും. അത് റോഡ് കുടുങ്ങിയാൽ ഒന്നുമില്ല ചവിട്ടിക്കൊല്ലു, അല്ലെങ്കിൽ കുത്തിക്കൊല്ലു. ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അന്ന് എന്നെ ചങ്ങല കിട്ടത് വെല്ലി സാറാ. അടങ്ങിയിരിക്കുന്ന കേൾക്ക് സംഭവം ഇത് പഠിക്കാൻ വന്നല്ലേ എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് ആ ട്രെയിനിങ്ങിൽ കുറഞ്ഞ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആളുടെ അനുഭവങ്ങൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യം വരും കേട്ടോ നമുക്ക്. ആ കാര്യം പറഞ്ഞ ശേഷം അന്ന് ഞങ്ങള് രാത്രി 11:45 നിങ്ങൾ സരീഷ് ബാലനോട് ചോദിച്ചാൽ പറഞ്ഞു തരൂ. അതേ ആ വീഡിയോ പിടിക്കുന്നത്. ഈ അന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞ വാക്കുകൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ പിടിച്ചു. അവർ പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ലല്ലോ, നിങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, നിങ്ങൾ പഠിക്കാൻ വന്ന ആൾക്കാരാ, ഞങ്ങളോട് കളവ് പറഞ്ഞിട്ട് നിങ്ങളെ മോട്ടിവേഷൻ ചെയ്ത് ഞങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? അമവാദം വന്നോ കരയുന്നതും മുടി വന്ന മാഷ് പറയുന്നതും ഇതൊക്കെ ഞങ്ങൾക്ക് അന്ന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പാ
നിങ്ങളുടെ ലീഡറായ ശൈലേഷ് ബാലൻ സാറ് മുതൽ ബെല്ലി സാറും ഈ ആശയം പഠിക്കാൻ തീരുമാനിച്ചു. അവർ ചെന്നൈ പോയി ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പോയി കണ്ടു. ഡോക്ടർ KK രാജേഷ് മലയാളി കൂടിയായത് ഭാഗ്യമായി, അയാൾക്ക് മലയാളം അറിയായിരുന്നു. അങ്ങനെ DBA നാരായണ മുതലുള്ള സകല ആൾക്കാരുടെ ഇതിന്റെ പ്രൊഫൈല് അവർ പറഞ്ഞ കാര്യം, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളെത്ര നന്നായിട്ട് പഠിച്ചാൽ എന്താ സംഭവിക്കുക? പ്രൈവറ്റ് കമ്പനിയിൽ നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MBA ഒക്കെ നിങ്ങൾ ഭയങ്കര സംഭവമാണ്. അങ്ങനെയാണ് നിങ്ങളെ വേണ്ട. എന്തുകൊണ്ടാ? നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ബെറ്റർ ജോബ് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ബെറ്റർ ജോബിനെ അന്വേഷിച്ചുകൊണ്ടേ നിൽക്കും, അല്ലേ? അപ്പോൾ വേണ്ട, നിങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ് ആയി വരുമ്പോഴേക്കും ഒരു അറിയൂ ഇത് ഇയാൾ 1 വർഷം കഴിയുമ്പോൾ ഇയാൾ വേറെ ജോലിക്ക് പോകും. അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിയിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പഠിച്ചത് ശാപമായിട്ട് മാറുന്ന ലെവലിലേക്ക് നമ്മളെ ഇപ്പോഴത്തെ തലമുറ. പഠിക്കാത്ത പ്രശ്നമില്ല, അങ്ങനെയല്ലേ? അതുകൊണ്ട് ജയിച്ചു കിട്ടിയ ജോലിയായിരുന്നു, അല്ലേ? അങ്ങനെ ഒരു ബെറ്റർ ജോബ് ആഗ്രഹിക്കുന്നല്ലേ? അപ്പം DBA നാരായണന്റെ പ്രൊഫൈൽ നോക്കിയോ? DBA നാരായണ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? നാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ ആരായിരുന്നു? KK രാജേഷ് ആണെങ്കിലും KC ഗൗഡനാണെങ്കിലും ഇതിന്റെ റിസർച്ച് ലെവലിൽ ഓരോ ആളുകളും ഈ കമ്പനിയോട് കാണിച്ചത് എങ്ങനെയാ? നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്രൊഫൈല്, നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ ഒരു കമ്പനീന്റെ 5 വർഷത്തേക്ക് നിങ്ങൾ ഇത് കൊടുക്കുമോ? 5 വർഷത്തേക്ക് അഗ്രിമെന്റ് കൊടുക്കുമോ? ഇല്ല. അവിടെ ആ ഒരു പ്രൊഫൈല് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രെയിൻ ആയി അറിയപ്പെടുന്ന, ആയുർവേദത്തിന് ആചാര്യ എന്നറിയപ്പെടുന്ന, അവസാന വാക്ക് എന്നറിയപ്പെടുന്ന ഈ വ്യക്തി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കമ്പനിക്കൊപ്പം ലൈഫ് ടൈം അഗ്രിമെന്റ്. അപ്പം ഇവർ പറയുന്നത് വെൽനസ് ലോക ഇൻഡസ്ട്രിയിൽ ഏറ്റവും തിളങ്ങും, 1,00,000 കോടിയല്ല അതിക്ക് മേലെ പോവും. ആയുർവേദം കൊണ്ട് ലോകം മൊത്തം ഭരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ആയുർവേദം അത് സത്യമാണെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇതിന്റെ MD അറിയാലോ, ചില്ലറ കളിക്കാരല്ല. മാർവാഡീസിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒരാശയത്തെ പറ്റി, ഒരു കാര്യത്തെ പറ്റി 100% പഠിക്കാതെ ഒരു ഉറുപ്പിക ചെലവാക്കൂല. അത്ര ലെവലിലെ പഠനം നടത്തി ഇതിന്റെ റിസർച്ച് പിന്നെ കോടികൾ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തു. കോടികൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം കമ്പനി. പ്ലാറ്റ്ഫോമിന്റെ ശക്തി നമുക്ക് അന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പം അവർ ബോധവൽക്കരിച്ച് ഫീൽഡ് പോയിട്ട് ആളുകളെ കൊണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യിപ്പിച്ചപ്പോൾ റിസൾട്ട് കിട്ടാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ ഇതിന് മുമ്പുള്ള ലീഡർമാരൊക്കെ എഫേർട്ട് ഭയങ്കര കേട്ടോ. ഫീൽഡിൽ പോയി കഴിക്കാണ്ട് റിസൾട്ട് വരിക. ഒരു സാധനം കഴിക്കാണ്ട് റിസൾട്ട് കിട്ടുമോ? കഴിപ്പിക്കുന്നത് എളുപ്പമുള്ള പണിയാണോ? ആ ഒരു ഫീൽഡ് വർക്ക് അവർ ചെയ്ത് അവർ ബോധിപ്പിച്ചു, റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങി, വീക്കിലി ഇങ്കായിട്ട് വരാൻ തുടങ്ങി. കൊടുത്തവന്റെ അത്ഭുത റിസൾട്ട്, അവിടെ പറഞ്ഞതിനേക്കാളും റിസൾട്ട് ഇവിടെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിരുന്നു. ആ എക്സ്പീരിയൻസും വെച്ചിട്ട് ഫീൽഡിൽ പോയി കളിച്ച് ഓരോ സ്റ്റെപ്പും കേടിച്ച് തന്നു. അങ്ങനെ വീക്കിലി ഇങ്ങനെ 2 കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ബെല്ലി സാർ പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ഇറങ്ങി. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ID ഡേറ്റ് 2015 ഓഗസ്റ്റ് 12. ആ പറഞ്ഞ വാക്കില് ഒന്ന് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് എന്ത് സെയിൽ ക്ലോസിങ്ങിന്റെ ഏറ്റവും സംഭവം അത്. ഞാൻ ബെല്ലി സാറെ ഫസ്റ്റ് ID ഉള്ള ആളാ, ഡിസ്ട്രിബ്യൂട്ടറാ. അപ്പം ബെല്ലി സാർ പറഞ്ഞത്, നിന്റെ 1 രൂപ പോലും കച്ചവടം നടന്നിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും ഈ ആഴ്ചയിൽ മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ? ബെല്ലി 2.10. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. നീ ഇല്ലെങ്കിലും എനിക്കൊരു വിഷയമില്ല. പക്ഷേ ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് ഇഷ്ടപ്പെടാൻ പറ്റുന്ന കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എനിക്കറിയാം, നിനക്കറിയാം, നീ ഇത് എക്സ്പീരിയൻസ് ഉള്ളവനാ. കല്യാണം ചെയ്തെങ്കിൽ മോൾ പോകുന്നു എനിക്കും അറിയാം. നീ എന്താവും? സോണലാവും. ഞാൻ പ്ലാറ്റ്ഫോം, ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷേ നീ നരകിച്ചു മരിക്കടാ. കാരണം എന്താ? ഡയമണ്ട് കൊടുക്കാൻ എളുപ്പമുള്ള പണിയില്ല. നീ ഡയമണ്ട് കൊടുത്ത് മോട്ട് കയറുന്നുണ്ടെങ്കിൽ ഡയമണ്ട് കൊടുക്കുന്നവൻ ശപിക്കുന്നുള്ള സത്യമാണ്. കാരണം അത് പണയം വെക്കാൻ കൂടി പറ്റില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. ഞാനിത് തെളിയിച്ച് കാണിച്ചു തന്നു. ഇനി നീ ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അകലും. ഞങ്ങളൊരു ഭയങ്കര ക്ലോസ് ബന്ധ, ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നല്ല. അപ്പോ ഇത് അകന്നു പോകാൻ നീ എൻ്റെ വീട്ടിൽ പോലും വരില്ല എന്ന ലെവലിലേക്ക് എന്നോട് പറഞ്ഞത് ഹരികൃഷ്ണൻ സാറല്ലേ, നമ്മളെ അത് NDC ചെയ്യാൻ പോകുന്നത്. അപ്പം അദ്ദേഹം കൂടെ വീട്ടിൽ ഒരുമിച്ചിട്ടാണ് പറഞ്ഞത്.
ഞാൻ ശരിക്കും കല്യാണം ഡയമണ്ട് ഭക്ഷണം എനിക്ക് ശരിക്കും വിഷമമുണ്ട്. ആ വിഷമം കൂടി എൻ്റെ മനസ്സിലെത്തിയ സമയത്താണ് ഞാൻ അന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പഠിക്കാൻ തീരുമാനിച്ചത്. പഠിത്തമില്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല കേട്ടോ. അതാണ് സത്യം. എനിക്ക് ആയുർവേദത്തെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് പഠിച്ചാൽ മാത്രമേ എനിക്കിത് പറയാൻ പറ്റൂ. ഞാൻ അത് വിഷമിച്ച് ശരിക്കും. ഓരോ മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ആ പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് ഈ ഓരോ കണ്ടന്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോവുകയായിരുന്നു. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. ഞാൻ ഇതിന്റെ മുമ്പ് ചെയ്തു പോയി, മനസ്സും വലുതായി, പിന്നെ എല്ലാം ഒരു സാധനമില്ല. 2 വർഷം സമരം ചെയ്ത് ഓളെ ഗോൾഡ് കംപ്ലീറ്റ് തീർന്നു. പിടിച്ചു നിൽക്കുന്ന ഒരു പരിധികൾ കുറേ ഉണ്ട്. ഈ സമയത്ത് പിന്നെ വീടില്ല, വണ്ടിയില്ല, കൊച്ചില്ല, പിന്നെ പ്രതീക്ഷയില്ല. ഈ സമയത്ത് ഈ കല്യാണ സോണിൽ മതിയോ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മേഖല എൻ്റെ ഉള്ളിലേക്ക് എത്താൻ, അപ്പൊ ആ ടെൻഷൻ എല്ലാം കൂടി ആവുമ്പോൾ കമ്പിയിലെ പ്രഷർ നമുക്കറിയാലോ, ആ ടെൻഷൻ അങ്ങനെ പ്രഷറായി നിൽക്കുന്ന സമയത്ത് ഇത് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടെയാണ് ഞാൻ മെഡിക്കൽ ലീവ് ആവശ്യപ്പെട്ടത്. എല്ലാം ഭാഗ്യമായിട്ട് വരിക എന്ന് പറയുന്നില്ലേ, ആ മെഡിക്കൽ ലീവാണ് ഞാൻ ഇത് പഠിക്കാൻ തീരുമാനം എടുത്തത്. ആ പഠിത്തമാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കണ്ടന്റ് വായിച്ചു നോക്കി, ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ എനിക്ക് സർക്കാരിൻ്റെ മേഖലയിലെ ഇതിൻ്റെ പ്രതീക്ഷ അതും കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. കല്യാൺ ജ്വല്ലറി രണ്ടാമത്തെ ജന്മമാണ്. അവിടെ നമ്മളൊരു ഫാമിലിക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന്, പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ചോയ തളപ്പായിരുന്നു. ഞാനൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഞാൻ കുലുക്കായിരുന്നു. ആവേശമായിട്ടാണ്. കാരണം ഇത്രയും നല്ല പ്ലാറ്റ്ഫോം ആശയം ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയ സമയത്ത് പിന്നെ മറ്റുള്ള എന്ത് വിചാരിച്ചു നമുക്കൊരു വിചാരമില്ല. രണ്ടും കൽപ്പിച്ച കളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾക്ക് തിളങ്ങാൻ പറ്റാണ്ടായി പോയത് നമ്മുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഇതിൻ്റെ ഉള്ളിൽ. അവിടെ ഞങ്ങൾ പിന്നെ തീരുമാനം എടുത്തു. ഞാൻ ആ തീരുമാനം വിധി നിർണ്ണയിച്ചു. ഇനി നിങ്ങളുടെ മുമ്പിൽ ITC ആയി. ITC ആകുമ്പോൾ നിങ്ങൾ ഒറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയതിൽ NDCയിൽ ഏറ്റവും പിറകിലായിരുന്നു ഞാൻ. എല്ലാവരും എൻ്റെ മുമ്പ് കയറിയുള്ളതാണ്. അവിടുന്ന് ആ സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിൽ സീലിംഗ് അച്ചീവർ ആയ ആളാണ്. എല്ലാം പിറകിലായിരുന്നു. അവിടെയാണ് ഞാൻ ശരിക്കും നാഷണൽ ടീം കോർഡിനേറ്റർ ആകുമ്പോൾ അഭ്യുദയ് സീസൺ 2 നിങ്ങൾ കേട്ടില്ലേ, 2022 ഏപ്രിലാണ് നടന്നത്. ആ പ്രോഗ്രാം ഞാൻ നാഷണൽ ടീം കോർഡിനേറ്ററാണ്. ആ പ്രോഗ്രാമിന്റെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടാവും, അതിന്റെ പോസ്റ്റർ ഉണ്ടാവും. അവിടുന്ന് അഭ്യുദയ് ലാസ്റ്റ് പ്രോഗ്രാം വന്നില്ലേ, 2024 ഫെബ്രുവരി 1 അല്ലായിരുന്നു, നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ CTC ആയിട്ടല്ല കയറിയത്, ITC ആയിട്ടാണ് കയറിയത്. ITC എന്ന് പറഞ്ഞാൽ എന്താ, 10 കോടി. അതേ ബിജു BK TC ആവാൻ വേണ്ടി 1 വർഷം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ദൈവമേ, കാലം കൊണ്ട് എടുത്തു വെക്കാൻ ഞാൻ മസിൽ തോന്നും. അമ്മ ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ ചെറിയ സ്റ്റെപ്പ് ഒന്നും ഇല്ല. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. കാരണം അത്ര സെയിൽ ക്ലോസ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഒരാളെ വീട്ടിൽ വന്നാൽ 1000, 2000 രൂപ, 3000 രൂപ അതിൻ്റെ മുകളിലൊന്നും ക്ലോസ് ചെയ്യാനാവില്ല. കാരണം ഇത് ക്ലോസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് ആളുകൾക്കുള്ളിലേക്ക് ബോധവൽക്കരിക്കാൻ എളുപ്പമുള്ള പണിയല്ല. ഇത് ആരും യൂസ് ചെയ്യില്ല. ഒരു വേസ്റ്റൊക്കെ ഒരു മാസം മതി. അപ്പോൾ ആ ക്ലോസിങ്ങിൽ ഭയങ്കര പ്രയാസമായിരുന്നു. അവിടുന്നാണ് നമ്മളിൽ ഇഷ്ടം, ഈ ബിലീഫ് 100% വരുമ്പോഴാണ് നമ്മളെ മനസ്സ് വലുതാവണം. മനസ്സ് വലുതായിട്ടില്ലെങ്കിൽ നമുക്കത് എത്തൂല. 100% പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം. അതിന് തടസ്സമാവുന്ന എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതങ്ങോട്ട് കളയണം. 100% ഇതിന് ബിലീഫ് ഉണ്ടാക്കാണ്ട് നിങ്ങൾ വിചാരിക്കും എളുപ്പത്തിൽ പൈസ കിട്ടുന്ന പണി ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് വന്ന് കുത്തിച്ച് കളിക്കണ്ട. എളുപ്പത്തിൽ പൈസ കിട്ടൂല. ഒരു ദിവസം 1000 രൂപ കിട്ടുന്ന 8 മണിക്കൂർ പണി 10 മിനിറ്റ് ലേറ്റ് ആയാൽ കിട്ടുമോ? ആ തരണ്ടോ? 1000 രൂപ തരുന്നവൻ്റെ നിങ്ങൾ നോക്ക്. നിങ്ങൾ രാവിലെ 8 മണിക്കാണ് പോകാൻ, നിങ്ങൾ ഒരു പണിക്ക് പോകുന്നെങ്കിൽ 8:10 ആയിട്ടാണ് ആ കയറുന്നെങ്കിൽ ആ വീട്ടിലെ പോലെ മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ചധികം റെസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും സമയം, സന്തോഷം അവർക്ക് എന്താ, അവർക്ക് പിറ്റേന്ന് നിങ്ങൾക്ക് ജോലി. സത്യല്ലേ? 8 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് അധികം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർക്ക് ദേഷ്യം പിടിക്കും. ഇവിടെ ആരാ 8 മണിക്കൂർ പണി ചെയ്യുന്നത്? വേറെ ഉടായ്പ കളിയല്ലേ. ആരോഗ്യം 100% വേണമെന്നും വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബോഡിക്ക് വേണ്ട വെള്ളം എത്രയാ ദിവസവും? ഇത് വർക്ക് ചെയ്യേണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ സാധനമൊക്കെ കുറെ ഉണ്ടല്ലോ. അതിന് വർക്ക് ചെയ്യാൻ എത്ര വെള്ളം വേണം?
പച്ചവെള്ളം പോലും കുടിക്കാണ്ട പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അസുഖമൊന്നും വരാൻ പാടില്ല എന്ന് ശയന പ്രദർശന ഗുരുവായൂർ പോയിട്ട്. ഇവിടെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നത് 100% ആവണം. ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യാൻ അറിയോ? ഇതാ നിയമം കറക്റ്റായി, മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ നിയമസഭയിൽ? മണി ചെയിനെ പറ്റി പറഞ്ഞ കേട്ടിനോ? എന്താ പറഞ്ഞ്? മണി ചെയിനെ പറ്റി പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറയാണ്, പൈസയും കൊണ്ട് നിൽക്കുക, എന്നെ ഒന്ന് പറ്റിച്ചു തരുമോ എന്ന ലെവലിലേക്ക് കേരളത്തിന്റെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് മാറി. എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആയിരുന്നു ഇവിടുന്ന് അങ്ങനെ പോകാം. ഇതല്ലേ സത്യം? അവിടെ ബോധവൽക്കരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. ഈ ഇരിക്കുന്ന ആളുകൾ ഇത് ബോധവൽക്കരിക്കുക, ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കണം. ഗുണവും ദോഷവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ കോൺഫിഡൻസ് വെച്ച് നിങ്ങൾ ഇന്ന് പോയി നോക്കൂ, വീട്ടിൽ കൊണ്ടുതരും. പാസ്പോർട്ട് എടുത്ത് ഗൾഫ് പോയിട്ട് ഉണ്ടാക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആയത്. അത് ഉണ്ടാക്കാൻ പോയിട്ട് കഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യമൊന്നും ഇല്ല എന്നുള്ള 100%. അന്ന് 10, 20, 25, 30 ഒക്കെ വർഷം ഗൾഫിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കിയ സാമ്രാജ്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയ ആള് മരിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലെവലിലേക്ക് മാറി. അതിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് ആൾക്കാർ കഷ്ടപ്പെട്ട സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തില് ബന്ധങ്ങൾ അകന്നു പോയത് പണം ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പാ. ഞങ്ങളൊരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ ജോലിക്ക് പോയി, മറ്റൊരു ഗൾഫിൽ പോയി, ഒരാൾ പോലീസ് കിട്ടി, ഏറ്റവും ഹെൽത്ത് ഇൻസ്പെക്ടറായി, അങ്ങനെ കുറെ അങ്ങനെ വിട്ടുപോയത് എങ്ങനെയാ? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഒരുമിച്ച് കൂടാനുള്ള അവസരം കിട്ടുന്നില്ല. വിഷു വരികയാണല്ലോ, ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ ഒരിക്കലും കിട്ടുന്നില്ല. ഗൾഫിലുള്ള വരണമെങ്കിൽ ഒന്നും ഒത്തുവരില്ലായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു 5 വർഷം കഷ്ടപ്പെടാൻ തീരുമാനിക്കുക. ഗൾഫ് കഷ്ടപ്പെട്ടവരെ അങ്ങനെ ആ കഷ്ടപ്പെടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥ സക്സസ് എല്ലാം ഇതിൽ കിട്ടും. പണം മാത്രം. പണം ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും, മറ്റേതോ പണം ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ പണം കൊണ്ട് എന്ത് കാര്യമുള്ളത്? പോകുമാരെയും കൊണ്ടുപോകുമോ? ഭൂമി നന്നായി ജീവിക്കാനാ പണം. ഇവിടെ ലൈവായി ജീവിക്കാൻ നമ്മളെ കൈ പൈസ ഇല്ലാത്തതുകൊണ്ടും ആ പ്രതിസന്ധി ഇല്ലാത്തതും ബിസിനസ് മൈൻഡും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ വിജയിക്കാത്തത്. ഞാൻ ഇതിൽ ഫുൾ ടൈം ആകുമ്പോൾ ഞാൻ ചെയ്ത യെസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ. ലോൺ എന്താ? എൻ്റെ കയ്യിൽ ഉറപ്പില്ല, പിന്നെ എങ്ങനെ മുന്നോട്ട് പോവുക? അപ്പം എൻ്റെ കോൺഫിഡൻസ് കൂടി. EMI ആയിട്ട് അടയ്ക്കാലോ. 10 കവചപ്രാവശ്യം വിൽക്കണതിനെ സംബന്ധിച്ച് 2 മണിക്കൂർ വേണ്ട. 10 കവചപ്രാവശ്യം വിൽക്കണമെങ്കിൽ അന്ന് 4000 ഉൾപ്പെട്ട് ഒന്ന് വിറ്റാല്. പക്ഷെ ഇന്ന് വരെ MRP ഞാൻ വിറ്റിട്ടില്ല കേട്ടോ. അവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വഴി. ഇത് മോട്ടിവേഷൻ പറയുന്നല്ല, നിങ്ങൾ ഇൻകം പ്ലാൻ വരക്കി. ഒരു പ്രൊഡക്റ്റിന്റെ 70% ആ പണി ചെയ്യുന്നവർക്ക് കിട്ടുന്ന മേഖല വേറെ എവിടെയുണ്ട്? നിങ്ങൾ വിലയിരുത്തുക ആദ്യം, എന്നിട്ട് ചെയ്താൽ മതി. ആവേശം വേണ്ട. പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ പഠിച്ചിട്ട് ഇനി ഇറങ്ങിയിട്ടാണ് നമുക്ക് പല മേഖലയിലും വിജയിച്ചത് അല്ലേ? ഡോക്ടർ ആയത് എങ്ങനെയാ? പഠിച്ചോണ്ട് മാത്രം. പിന്നെ എക്സ്പീരിയൻസ് കിട്ടിയ എങ്ങനെയാ? ഓച്ചാനിച്ച് നിന്നാ. അങ്ങനെ നോക്കൂ, ഷൈജു സാറേ, നിങ്ങളെ MMC പോയിട്ട് ഒന്ന് പോയി നോക്കൂ. കോളേജല്ലേ, മലബാർ മെഡിക്കൽ കോളേജ് പോയി നോക്കൂ. അവിടുത്തെ സീനിയർ മോസ്റ്റിലൊക്കെ എടുത്ത് നിൽക്കുന്ന നിപ്പ് എന്നിട്ടാണ് ഉണ്ടാക്കിയത്. എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഒരു സാധനം ആരും പ്ലാറ്റ്ഫോമിൽ കയറൂല. ഇവിടെ നമുക്ക് നമ്മളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ കമ്പനിയെ പറ്റിയും ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയും ഇതിന്റെ പ്ലാനെ പറ്റിയും ഇതിന്റെ കാര്യം പറ്റും കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റും. അവിടെ ഇവന്റുകൾ, നിങ്ങൾ ഏറ്റവും ഭാഗ്യവന്മാരായിരിക്കുന്ന ആളുകളിൽ നിങ്ങളുടെ ടീമിന് വേണ്ടി ഒരു ഇവന്റ് നടത്തുന്നു. മെയ് 10 നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും